അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജ് കാലം വന്നപ്പോൾ വിശുദ്ധ കഅബയിൽ അങ്ങനെയൊരു രംഗം ദൃശ്യമായി. അത് കണ്ട തീർത്ഥാടകർ വികാരാധീനരായി. അവരുടെ ശരീരങ്ങൾ വിറകൊള്ളാൻ തുടങ്ങി. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ സുബ്ഹാനല്ലാഹ് എന്ന് ഉറക്കെ ഉരുവിടാൻ തുടങ്ങി. ഈ രംഗം കണ്ട് നിങ്ങളുടെ വിശ്വാസവും നവോന്മേഷമുള്ളതാകും. അല്ലാഹു അക്ബർ. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾക്ക് സമാധാനം നേരുന്നു. ഹജ്ജ് വേളയിൽ കഅബയെ ത്വവാഫ് ചെയ്യുന്നതിനിടയിൽ ഒരാൾ ചില രൂപങ്ങളെ കാണാനിടയായി. അവയുടെ മുഖം നോക്കാനായി മുന്നോട്ട് നീങ്ങിയപ്പോൾ അയാളുടെ രോമങ്ങൾ എഴുന്നുനിന്നു. അയാൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ കണ്ണുകൾ എന്താണ് ഈ കാണുന്നത്? ഇതെങ്ങനെ സാധ്യമാകും? മനുഷ്യ മനസ്സിന് അംഗീകരിക്കാൻ കഴിയാത്തത്ര അസാധ്യമായ ഒന്നായിരുന്നു അത്. എന്നാൽ ഇന്ന് കഅബയിൽ ആ മനുഷ്യൻ അതിനു മുന്നിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ആത്മാവിനെ തൊട്ടുനിർത്തുന്ന ഈ സംഭവം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരു ഹദീസോടെ നമുക്ക് ആരംഭിക്കാം. ഹസ്രത്ത് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അല്ലാഹുവിന്റെ ദൂതൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു: ആരെങ്കിലും വാഹനപ്പുറത്ത് ഹജ്ജ് നിർവഹിക്കുന്നുവോ അവന്റെ വാഹനത്തിന്റെ ഓരോ ചുവടിനും 70 നന്മകൾ രേഖപ്പെടുത്തപ്പെടുന്നു. ആരെങ്കിലും കാൽനടയായി ഹജ്ജ് നിർവഹിക്കുന്നുവോ ഓരോ ചുവടിനും ഹറമിലെ പ്രതിഫലത്തിൽ നിന്ന് 700 നന്മകൾ രേഖപ്പെടുത്തപ്പെടുന്നു. ഹറമിലെ നന്മകൾ എത്ര വലുതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഒരു നന്മ 1,00,000 നന്മകൾക്ക് തുല്യമാണ്. ഇസ്ലാമിന്റെ മുഴുവൻ ഘടനയും നിലകൊള്ളുന്ന 5 അടിസ്ഥാന സ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. അതിന്റെ മഹത്വത്തെയും പ്രാധാന്യത്തെയും കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യത്തെ മനുഷ്യനായ ഹസ്രത്ത് ആദം അലൈഹിസ്സലാം മുതൽ അല്ലാഹുവിന്റെ ദൂതനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും അല്ലെങ്കിൽ അവരിൽ ഭൂരിഭാഗവും ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട് എന്നതിനേക്കാൾ വലുതായി എന്തുണ്ട്? ഈ സംഭവവും അല്ലാഹുവിന്റെ ഭവനം സന്ദർശിക്കാൻ സാമ്പത്തികമായി കഴിവില്ലാതിരുന്ന, എന്നാൽ മരിക്കുന്നതിന് മുൻപ് ഒരിക്കലെങ്കിലും കഅബ സന്ദർശിക്കണമെന്ന് ഹൃദയത്തിൽ അഗാധമായ ആഗ്രഹമുണ്ടായിരുന്ന ഒരു ഭക്തനായ വൃദ്ധന്റേതാണ്. അബ്ദുള്ള എന്ന ആ മനുഷ്യൻ ഒരു ദിവസക്കൂലിക്കാരനായിരുന്നു. ദിവസം മുഴുവൻ ജോലി ചെയ്ത് തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക കഷ്ടിച്ചാണ് അയാൾ വീട്ടിലെത്തിച്ചിരുന്നത്. അബ്ദുള്ളയ്ക്ക് 4 പെൺമക്കളും 2 ആൺമക്കളുമായിരുന്നു. പെൺമക്കൾ വിവാഹപ്രായമെത്തിയവരായിരുന്നു. ഹജ്ജിനുള്ള തയ്യാറെടുപ്പിനായി പണം സ്വരൂപിക്കാൻ അദ്ദേഹം ചിന്തിക്കുമ്പോഴെല്ലാം ഭാര്യ പെൺമക്കളുടെ ആവശ്യങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടുമായിരുന്നു. കയ്യിലുള്ള സമ്പാദ്യം കൊണ്ട് അദ്ദേഹം തന്റെ ഒരു മകളെ വിവാഹം കഴിപ്പിച്ചയച്ചു. ഒരു പാവം തൊഴിലാളിയായ അദ്ദേഹത്തിന് എത്രമാത്രം സമ്പാദിക്കാൻ കഴിയും? ദിവസേനയുള്ള തുച്ഛമായ വരുമാനം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ വിധി. കഅബ സന്ദർശിക്കാനുള്ള ആഗ്രഹം ഹൃദയത്തിൽ ഒതുക്കി അദ്ദേഹം തന്റെ പെൺമക്കളുടെ വിവാഹത്തിനായി പണം സ്വരൂപിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ദുൽഹിജ്ജ മാസം വരുമ്പോഴെല്ലാം അദ്ദേഹം നിസ്കാരശേഷം സുജൂദിൽ വീണ് ദീർഘനേരം കരയുകയും തനിക്കായി അത്ഭുതകരമായ വഴികൾ ഒരുക്കിത്തരാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. സുഹൃത്തുക്കളെ, എല്ലാ പെൺമക്കളെയും വിവാഹം കഴിപ്പിച്ച് അവരുടെ വീടുകളിലേക്ക് അയച്ച ശേഷം അബ്ദുള്ളയുടെ ഭാര്യ രോഗബാധിതയായി. ചുരുക്കത്തിൽ അദ്ദേഹം സമ്പാദിക്കുന്നതെല്ലാം ഏതെങ്കിലും വഴിക്ക് ചെലവായി പോകുമായിരുന്നു. അങ്ങനെ വർഷങ്ങൾ പലത് കടന്നുപോയി. അബ്ദുള്ളയുടെ ആൺമക്കൾ വളർന്നു വലുതായി. കുറച്ചു കാലത്തിനു ശേഷം ഭാര്യയും മരണപ്പെട്ടു. അദ്ദേഹവും വാർദ്ധക്യത്തിലെത്തിയിരുന്നു. അടുത്ത വർഷം എന്തു വില കൊടുത്തും കഅബ സന്ദർശിക്കാനുള്ള പുണ്യം നേടാനായി അദ്ദേഹം ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് പണം സ്വരൂപിക്കാൻ തുടങ്ങി. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഒരു ദിവസം ഒരു വാഹനാപകടത്തിൽ അബ്ദുള്ളയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മക്കൾ അദ്ദേഹത്തിന്റെ അരികിലെത്തിയപ്പോൾ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു. മരിക്കുന്നതിന് മുൻപ് ഹജ്ജ് നിർവഹിക്കണമെന്ന ഒരേയൊരു കാര്യം മാത്രം പറഞ്ഞ് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്നു. ജീവിതകാലം മുഴുവൻ പണം സ്വരൂപിച്ചിട്ടും ആ പുണ്യസ്ഥലത്തെത്താൻ തനിക്ക് അവസരം ലഭിക്കാത്തതിൽ അദ്ദേഹം വിലപിച്ചു. എന്തു പാപമാണ് താൻ ചെയ്തതെന്ന് ഓർത്തദ്ദേഹം കരഞ്ഞു. സുഹൃത്തുക്കളെ, കഅബ സന്ദർശിക്കാനുള്ള ആഗ്രഹം ഹൃദയത്തിൽ സൂക്ഷിച്ച് അബ്ദുള്ള ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ 2 ആൺമക്കൾക്കും പിതാവിന്റെ ആഗ്രഹത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അങ്ങനെ വർഷങ്ങൾ പലത് കഴിഞ്ഞു. മൂത്ത മകന് ഒടുവിൽ സാമ്പത്തികമായി കഴിവുണ്ടായപ്പോൾ അവൻ ആദ്യം ചിന്തിച്ചത് പിതാവിന്റെ ആഗ്രഹം നിറവേറ്റുന്നതിനെക്കുറിച്ചായിരുന്നു. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം ആ മൂത്ത മകൻ ഹജ്ജ് നിർവഹിക്കാൻ മക്കയിലെത്തി. ഇവിടേക്ക് വരാനുള്ള അവന്റെ ആഗ്രഹമായിരുന്നു അവനെ നയിച്ചത്.
ആ പുണ്യസ്ഥലം കണ്ടപ്പോൾ അവനും വികാരാധീനനായി നിറഞ്ഞ കണ്ണുകളോടെ കഅബയെ തവാഫ് ചെയ്യുന്നതിൽ പങ്കുചേർന്നു. ഒരു വൃദ്ധൻ അറബിയിൽ എന്തോ പറഞ്ഞ് കരയുന്നത് കേട്ടപ്പോൾ അബ്ദുള്ളയുടെ മകന്റെ ശരീരത്തിലൂടെ ഒരു വിറയൽ പാഞ്ഞുപോയി. പരിചിതനായ ഒരാളാണെന്ന് തോന്നിയ ആ വൃദ്ധന്റെ അടുത്തേക്ക് അവൻ അറിയാതെ നീങ്ങിപ്പോയി. അടുത്ത നിമിഷം ആ വ്യക്തി കരഞ്ഞുകൊണ്ട് മുഖം തിരിച്ച് അബ്ദുള്ളയുടെ മകനെ നേരിട്ട് നോക്കി. വിളറിയ ആ മനുഷ്യന്റെ തൊണ്ടയിൽ നിന്ന് ഒരു അലർച്ച പുറത്തുവന്നു. അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൻ പിന്നോട്ട് മാറി. കാരണം ആ മനുഷ്യൻ തന്റെ സ്വന്തം പിതാവായ അബ്ദുള്ളയല്ലാതെ മറ്റാരുമായിരുന്നില്ല. ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർക്കിടയിൽ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കുകയായിരുന്നു. അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം അടുത്ത നിമിഷം അബ്ദുള്ള വായുവിൽ അലിഞ്ഞു ചേരാൻ തുടങ്ങി എന്നതാണ്. ശക്തമായ ഒരു കാറ്റ് അദ്ദേഹത്തെ തന്നിലേക്ക് വലിച്ചെടുത്തതുപോലെ തോന്നി. അവിടെയുണ്ടായിരുന്ന നിരവധി തീർത്ഥാടകർ ഈ രംഗത്തിന് സാക്ഷ്യം വഹിച്ചു. എല്ലാവരും ഞെട്ടിത്തെറിച്ചു നിന്നുപോയി. അല്ലാഹു അക്ബർ എന്ന മുഴക്കം അന്തരീക്ഷത്തിൽ നിറഞ്ഞു. മരണശേഷവും പല ആത്മാക്കളും തീർത്ഥാടനത്തിനായി കഅബയിൽ വരാറുണ്ടെന്ന് ആളുകൾ പറഞ്ഞു. എന്നാൽ ഇന്ന് പലരും ഇത് നേരിൽ കാണുകയും അബ്ദുള്ളയുടെ മകനിൽ നിന്ന് സത്യാവസ്ഥ അറിയുകയും ചെയ്തപ്പോൾ അത് നിഷേധിക്കാൻ അവർക്ക് പ്രയാസമായി. മരണശേഷം അബ്ദുള്ളയുടെ ആഗ്രഹം സഫലമായിരിക്കുന്നു. അദ്ദേഹം കഅബയിൽ ഹജ്ജ് നിർവഹിക്കാൻ വരികയും തന്റെ സാന്നിധ്യം മകന് വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അബ്ദുള്ളയുടെ കൂടെയുണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകളും അവിടെ നിന്ന് ഒരുമിച്ച് അപ്രത്യക്ഷരായി. അല്ലാഹു അക്ബർ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഇപ്രകാരം ഉദ്ധരിക്കപ്പെടുന്നു: ഹജ്ജും ഉംറയും നിർവഹിക്കുന്നവർ അല്ലാഹുവിൻ്റെ അതിഥികളാണ്. അവർ പ്രാർത്ഥിച്ചാൽ അല്ലാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിക്കും. അവർ പാപമോചനം തേടിയാൽ അല്ലാഹു അവർക്ക് പുറത്തുകൊടുക്കുകയും മാപ്പ് നൽകുകയും ചെയ്യും. ഇസ്ലാം മതത്തിന്റെ മുഴുവൻ ഘടനയും നിലകൊള്ളുന്ന 5 അടിസ്ഥാന സ്തംഭങ്ങളിൽ ഒന്നാണിത്. വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ഹജ്ജിന്റെ മഹത്വവും പ്രാധാന്യവും ഊന്നിപ്പറഞ്ഞിട്ടുള്ളതുപോലെ അത് അവഗണിക്കുന്നവർക്ക് കർശനമായ മുന്നറിയിപ്പുമുണ്ട്. സർവശക്തനായ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു: അവിടെ എത്തിച്ചേരാൻ കഴിവുള്ളവർ ആ ഭവനത്തിൽ ഹജ്ജ് നിർവഹിക്കൽ മനുഷ്യർക്ക് അല്ലാഹുവിനോടുള്ള കടമയാണ്. ആരെങ്കിലും അവിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു ലോകരെ ആശ്രയിക്കാത്തവനാകുന്നു. അല്ലാഹു പറയുന്നു: ജനങ്ങൾക്ക് ഹജ്ജിനെക്കുറിച്ച് വിളംബരം ചെയ്യുക. കാൽനടയായും മെലിഞ്ഞ ഒട്ടകപ്പുറത്തും വിദൂരമായ എല്ലാ പാതകളിലൂടെയും അവർ നിന്റെ അടുത്ത് വരും. അങ്ങനെ ഹസ്രത്ത് ഇബ്രാഹിം അലിഹിസലാം അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം വിളംബരം ചെയ്തപ്പോൾ താമസിയാതെ ഇസ്ലാമിൻ്റെ സ്നേഹിതർ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ നിർവഹിക്കാനായി ദൂരദിക്കുകളിൽ നിന്ന് കൂട്ടമായി പാഞ്ഞെത്തി. ഇന്നും നിരവധി സൃഷ്ടികൾ കഅബയെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ മുസ്ലിമിനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിശുദ്ധ കഅബ സന്ദർശിക്കാൻ സർവശക്തനായ അല്ലാഹു അവസരം നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ. ഈ വൈകാരികവും അത്ഭുതകരവുമായ കഥനീയത്തിൻ്റെ ഉദ്ദേശശുദ്ധിയുടെ അചഞ്ചലമായ ശക്തിയും വിശ്വാസത്തിൻ്റെ ആത്മാർത്ഥതയും അല്ലാഹുവിൻ്റെ അളവറ്റ കാരുണ്യവും എടുത്തുകാണിക്കുന്നു. തന്റെ കുടുംബത്തിനു വേണ്ടി ജീവിതകാലം മുഴുവൻ ത്യാഗം ചെയ്ത ഒരു പാവം തൊഴിലാളിയായ അബ്ദുള്ള ഹജ്ജ് നിർവഹിക്കാൻ ഒരവസരത്തിനായി കൊതിച്ചു. അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളും ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനകളും ഉണ്ടായിരുന്നിട്ടും ജീവിത സാഹചര്യങ്ങളും ഒടുവിൽ മരണവും ആ സ്വപ്നം നിറവേറ്റുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടഞ്ഞു. എന്നിട്ടും അല്ലാഹു അദ്ദേഹത്തിന്റെ ശുദ്ധമായ നിയ്യത്തിനെ പ്രതിഫലം നൽകാതെ വിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം പിതാവിന്റെ ഓർമ്മയ്ക്കായി ഹജ്ജ് നിർവഹിക്കുന്ന മകൻ അതിശയകരമായ ഒരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുന്നു. അബ്ദുള്ള തീർത്ഥാടകർക്കിടയിൽ പ്രത്യക്ഷപ്പെടുകയും ഒരു ഇളങ്കാറ്റുപോലെ അപ്രത്യക്ഷനാവുകയും സാക്ഷികളെ സ്തബ്ധരാക്കുകയും ചെയ്യുന്നു. പലരും കണ്ട ഈ സംഭവം എണ്ണമറ്റ വിശ്വാസികൾ എപ്പോഴും ഹൃദയത്തിൽ അറിഞ്ഞിരുന്ന ഒരു കാര്യം സ്ഥിരീകരിക്കുന്നു: കരുണാമയനായ അല്ലാഹു ആത്മാർത്ഥതയുള്ള ദാസന്മാരുടെ ആഗ്രഹങ്ങൾ മരണത്തിനപ്പുറവും നിറവേറ്റുന്നു. അല്ലാഹു ഒരു വിശ്വാസിയുടെയും നിയ്യത്തിനെ പാഴാക്കുകയില്ല എന്നതിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ. ഈ ജീവിതത്തിൽ സഫലമാകാത്ത ആത്മാർത്ഥമായ ആഗ്രഹങ്ങൾ പോലും മനുഷ്യന്റെ ധാരണകൾക്ക് അതീതമായ രീതിയിൽ ആദരിക്കപ്പെടുന്നു. ശരീരത്തിന്റെ മാത്രമല്ല ആത്മാവിന്റെ കൂടി യാത്രയായ ഹജ്ജിന്റെ പവിത്രതയും ആത്മീയ മഹിമയും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മാർത്ഥമായ ഒരു നിയ്യത്തിന്റെ മൂല്യത്തെ ഒരിക്കലും കുറച്ചു കാണരുത്. ലോകം നിങ്ങളുടെ ശ്രമങ്ങളെ പരാജയമായി കണ്ടാലും അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തെയാണ്
കാണുന്നതു തന്നെയാണ് യഥാർത്ഥത്തിൽ പ്രധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.